മച്ചാനെ മുടി എന്ത് ചെയ്യടാ? ഒന്നും പറയണ്ട, വെട്ടിച്ച്. എങ്ങനെയുണ്ട് ജയിലിലെ അനുഭവമൊക്കെ? ജയിലില് നമുക്ക് അധികം സീൻസ് ഒന്നും നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. അവിടുന്ന് പനി പിടിച്ചു, ഭയങ്കര വയ്യാത്തൊരു അവസ്ഥയിലേക്ക് പോയി. അത്രമേൽ അനുഭവിച്ചു. പിന്നെ ഇത് നന്നാകാനുള്ളൊരു വെട്ടിങ് ആണോ, കട്ടിങ് ആണോ? മേ ബി ആയിരിക്കും. നമ്മുടെ കഥാപാത്രം ഒരു പോസിറ്റീവിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് അലീന എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളെ കൊണ്ടുപോവുകയാണ്. കൊല്ലംകാരനാണ്. അതെ. വേദവ്യാസ് അഭിനയ രംഗത്തിലോട്ട് വരുന്നത് എങ്ങനെയാ? എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ പഠിത്തവും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ നടക്കാത്തതുകൊണ്ടും പിന്നെ ഈ പറയുന്ന പോലെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാൻസുകൾ ചോദിക്കുകയും കയറി കയറി വരികയും. ചാൻസ് ചോദിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് സീരിയൽ ചെയ്യുന്നത് കന്യാദാനമാണ്. ഓക്കെ. സൂര്യ ടി വിയിൽ. അതിലേക്ക് ഭാസ്കർ എന്ന് പറഞ്ഞ ചേട്ടനാണ് വിളിക്കുന്നത്. പിന്നെ സന്ധ്യേച്ചി, നമ്മുടെ മുകേഷിൻ്റെ ഞങ്ങളായിട്ടുള്ള സന്ധ്യ രാജേന്ദ്രൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സീരിയൽ ചെയ്തു. ഇത് 3ാമത്തെ സീരിയലാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നല്ലൊരു ക്യാരക്ടർ കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു, അല്ലാതെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ കൊല്ലത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇൻഡസ്ട്രിയിലേക്ക് വരാൻ അല്ലെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കൊല്ലത്ത് മാത്രം ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ എത്ര ടാലൻറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കഴിവുണ്ടെന്നൊക്കെ ഇപ്പോൾ ഈ റീൽസൊക്കെ വന്നേ പിന്നെ നമുക്ക് അങ്ങനെ ഇപ്പം പറയുന്ന ഹാഷിർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി വന്നില്ല. അതെ അതെ. അപ്പോൾ അതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം കുറച്ചുകൂടി വൈഡായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേ പേർക്ക് അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവർക്കും റീലെടുത്ത് അങ്ങനെ ഹിറ്റ് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല, കുറച്ചുകൂടി ആൾക്കാർ ഈ കാസ്റ്റിംഗ് ഓഡിഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറഞ്ഞെന്നു. അപ്പോൾ ഒന്നുകൂടി പ്രശ്നമാണ്. അതെ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കാണ് കുറച്ചുകൂടെ മുൻതൂക്കം. റീച്ച് വേണം. അതെ, റീച്ച് വേണം, ഫോളോവേഴ്സ് വേണം. അതെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കഴിവിനേക്കാൾ വാല്യൂ നിലനിൽക്കാൻ ബന്ധങ്ങൾക്കാണെന്ന്? ഉറപ്പായിട്ടും ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിളിലാണല്ലോ സിനിമ സംഭവിക്കുക. ഒരു കൂട്ടം ഫ്രണ്ട്സ് സംസാരിക്കുകയും അവിടെ നിന്നൊരു കഥ രൂപപ്പെടുകയും അങ്ങനെയാണല്ലോ സിനിമകൾ ഇപ്പോൾ പൊതുവേ നടക്കാതെ. എൻ്റെ കാഴ്ചപ്പാടാണ്, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയുക, കഴിവൊക്കെ ഒരു സെക്കൻഡറി ആണെന്ന്. ഒബ്വിയസ്ലി കഴിവ് നമുക്ക് വേണം, അതെ. പക്ഷേ നമ്മൾ അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് കോൺടാക്ട്സ് വേണം. തീർച്ചയായിട്ടും. ആ ഒരു കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിവ് കാണിക്കാൻ പറ്റും. ഈ പേരിൻ്റെ ഒരു വെറൈറ്റി എന്തുവാ? അത് വേദവ്യാസം എന്ന പേര് അച്ഛൻ അമ്മ ഇട്ട പേരാണ്. ഓക്കെ. പിന്നെ ഈ പറയുന്ന മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണ്. വേദവ്യാസൻ പറഞ്ഞു കൊടുത്തു, മഹാഗണപതി എഴുതി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാവാം. കൊല്ലംകാരനായ വേദവ്യാസൻ അതെ ഫീൽഡിലോട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതെ. സ്വാഭാവികമായി എനിക്ക് അഭിനയിക്കണം, എനിക്ക് ഈ ഫീൽഡിൽ നിലനിൽക്കണം, ഒരുപാട് അവസരങ്ങൾ എനിക്ക് വേണം എന്നൊക്കെ ആഗ്രഹത്തിൽ ഈ ഒരുപാട് പേരോട് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരുപാട് വാതിലുകൾ മുട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും അവരവരുടെ ബുദ്ധിമുട്ടുകൾ വലുതായിരിക്കും. അതെ. അതുപോലെ എനിക്കും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരുപാട് റിജക്ഷൻ കേട്ടിട്ടുണ്ട്, പലയിടത്തുനിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ പാഷൻ വിട്ടുപോകരുതല്ലോ. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ജീവിതത്തിൽ വേദവ്യാസന് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ദൈവം ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് വേറൊരു പ്രൊജക്റ്റിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഇപ്പം അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വർക്ക് കണ്ടിട്ട് ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു.